ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ ഈ വർഷിച്ച ആരെവിടെയും ആ പഴച്ച വാടും. വാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം പറ്റത്. നാം ഇന്നലെ എവിടെയോ വാട് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ആ അടുക്കളയുടെ മൂലയ്ക്ക്. തടുക്കാൻ മേല. ആ വാടിന്റെ കാര്യമല്ല പറഞ്ഞത്. നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ വിളിക്കുന്നു. എങ്ങോട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെയൊക്കെ നിർത്തിക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാണ് ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയമാരൊപ്പിച്ച പോലെ. എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരിക. കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാണോ? പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ ഈ ചടക്ക് എന്ന് വെച്ചാൽ ഈ നാമത്തിന് മരപ്പറ്റി കൂട്ടി ഇന്നലെ
തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിൽ എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താനെനിക്ക് കിളിമോന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലോ താൻ കെട്ടിച്ചത്. മൂങ്ങ എന്താ ഈ അയ്യേ? നിങ്ങൾ വായി പൊളിച്ച് നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണു പോകുമ്പോൾ ആടുവെള്ളം വെച്ച് നോക്കിയിടണം. നല്ലോണം വഴി വേണം, അതിനൊക്കെ മുടി വേണം, ഇത്തരം വേണോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ദലീമയാണവൾ. മേക്കപ്പ് ഇല്ലെങ്കിൽ വെല്ലുമ്മയാണ്. അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല. ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാണ്. അല്ലാതെ എന്നോട് പോരെടുക്കാതെ ഞാൻ വന്നാണ്ടല്ലോ. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണിനാട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകനിരിക്കുന്നു തങ്കപ്പൻ, അവൻ കുളക്കടലിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ ഒരു മകനിരിക്കുന്നു തങ്കപ്പൻ, അവൻ കുളക്കടലിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏത് പെണ്ണിനെ കണ്ടാലും പിന്നാലെ ഓടണ തങ്കപ്പൻ, പല കണ്ടുകൊണ്ടെന്നാലും വിളിച്ചിരിക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദ കേട്ടോ. അല്ല എന്താ ഇത്? അവനേതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രീതമേ, ഭ്രാന്താ? നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, Hello. Oh, so much exciting. അതെ. അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഹസ്സിന് വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? No. എന്നെയല്ല, എന്റെ മകളെ. Yes. My only daughter. Okay, bye. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. ആരാ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കരി കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? ആരാണ്? ഈ വാർത്തയുടെ വിക്രികളത്തോട് പുലമ്പിക്കൊടുത്തു. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീരൻ. അവൻ ചിരിക്കുമ്പോൾ ഒരു പയ്യ കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീരൻ. കാര്യമെങ്കിലേക്കാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. എന്ത്? വിദ്യാഭ്യാസം. ജോലിഫിക്കേഷൻ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പണി വേണം, ഒരു
നിങ്ങളുടെ മകൻ ആന. അല്ല ഭാഷ പള്ളിയിടാൻ മറന്നുപോയതാ. ആണി. ആരുടെ? അതാരാ? ഈ നാട്ടുകാരെല്ലാവരും ഓടി വിളിക്കും. അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? Nothing of it about it. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പവും കവൻ? പാത്തുറന്നാൽ പച്ചത്തെറി, കൈക്കെടുത്താൽ കുമ്പിനിടി, പാത്രപ്പനെ പോലീസില ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാച്ചു വാങ്ങി കേട്ടൊടുക്കൽ ഹോമി. മഷിയുള്ള ദേവ വിശയുന്ന കേവൻ കക്കിയതു കണ്ടാൽ വരും പണക്കാരില്ല. മുക്കിനകു ദേഷ്യം വന്ന ഉടനെ തള്ളു തള്ളു. പാത്തുറന്നാൽ തെറി പറയും, നോക്കി ചൂണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിന്തുടരെ നോക്കത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ, ആരാണ് ഇത്? സാറേ, തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. Yes, I am the father of your Marimon, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിയ എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാരണത്തെ അരിഞ്ഞൊടുങ്ങിയിരിക്കുകയാണ്. അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി 20 സൈഡും പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിക്കുന്നു. പോയി വിളിച്ചോടാ, പോടാ അവിടുന്ന്. ആ, പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയ മാസം നിന്റെ ഞാൻ പഞ്ചറാകും. എന്റെ പോലെ നല്ല പോലെ നോക്കിയില്ലേ പൂവാടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അടിച്ചു വെച്ച് മുട്ടങ്ങിടിക്കും ഞാൻ. നട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. മോനെ, നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പെണ്ണിന്റെ അപ്പൻ. നിന്റെ അപ്പനാണ് അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പൻ. അപ്പ പെണ്ണെവിടെ? അവളെ വിളിക്കുക. ആ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. കൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ ലോകത്തിന്റെ ചെറുക്കനും പെണ്ണും തമ്മിലെ കണ്ട സ്ഥിതിക്ക് അവനവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. ഇത് നമ്മെ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. Oh
അയ്യോ നിന്നെനിക്ക് ഭയങ്കര ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്നെ തുറച്ചു നോക്കുന്നത്. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടൻ കാരണം തുണിയുടെ പെണ്ണെ നിനക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരിക്കും. ചേട്ടാ, എന്താ ചേട്ടനൊരു കഴിവായിരുന്നെങ്കിൽ കഴിവായിരുന്നെങ്കിൽ എനിക്ക് ചതച്ചരച്ച് തുപ്പാമായിരുന്നു. അതൊക്കെ പോലെ ആ പെണ്ണെ എന്റെ കൂടെ താമസിക്കാൻ കൊണ്ടുപോകാൻ പെൺകൊടി ഊട്ടി വഴിത്തെ തടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി ഗോവ കാണാടി അവിടെ വീട്ടിലൊന്ന് കറങ്ങാടി ഒരുങ്ങി വന്നാൽ നമുക്ക് റോലിന്റെ ചുറ്റാടി. അയ്യോ, ടൂറുകളിലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനെന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ഒന്ന് വന്നു എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരനെന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു പോലെ പോലീസുകാരൻ കേസ് കൊടുക്കുന്നു പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു ദിവസത്തെ ടൂർ പോയപ്പോഴും മത്തായിച്ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും പിന്നെ കന്യാകുമാരി ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. അത് ശരി, ഇത്രയും പേരെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണ് എന്റെ മോന്റെ തന്നെ കെട്ടിവെക്കാനല്ലേ പാവം. നിർത്ത്. ഇത്രയും അനുഭവസമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ ബോംബൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺബോംബൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരുടെ പുറകെ നടന്ന അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. ആട്ടെ, കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞുതരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിംഗ് ഒരു പേസ്റ്റ് വാങ്ങിയാൽ അപ്പോൾ ഒരു ബ്രേക്ക് വാങ്ങിയാൽ അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്ക് മുന്നേ കൊച്ചെ ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി നമ്മുടെ ചേർന്ന പുത്രമുതലെ കിട്ടിയത് നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നടത്തുന്നവർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമർപ്പണം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് കല്യാണം അടിച്ചു പൊളിക്കാം. Hey,